ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിതിൽ ചോറൊന്നും ചേർക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് അവിലാണ്. വെള്ള അവിലാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ല, അപ്പോൾ നല്ല കളർ ഉണ്ടാവും അപ്പത്തിന്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ അത് മിക്സിയുടെ ജാറിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം നിങ്ങൾ എന്തായാലും ചേർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ മിനിമം, അല്ലെങ്കിൽ ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ലപോലെ അരച്ചെടുക്കണം. ആ ഒരു അവിലിൻ്റെ ആ ഒരു തരിയൊന്നും ഉണ്ടാവാത്ത രീതിയിൽ അരക്കാൻ നോക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, നമ്മൾ എന്താ പറയുക പുളിക്കാൻ വെക്കുന്നത്, ആ ഒരു ബൗളിലേക്ക് തന്നെ മാറ്റിയാൽ മതി. അതിനുശേഷം ഞാൻ വീണ്ടും മിക്സി എടുത്തിട്ട് അതിനകത്തോട്ട് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ പത്തിരിക്കൊക്കെ എടുക്കുന്നത്, അത് ഏകദേശം 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ മേലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് അറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അടിയിൽ മേലെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ വെള്ളമൊന്നും മതിയാവില്ല, നമുക്ക് അരച്ചെടുക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്കിപ്പോൾ അഥവാ ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറ് കേടാവും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അവിലിനകത്തോട്ട് നമുക്ക് ഈ മാവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അവിലും അതുപോലെ തന്നെ ഈ മാവും കൂടി നല്ലപോലെ മിക്സ് ആവണം, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഏകദേശം ഒരു ഓവർനൈറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ചുടാനാണെങ്കിൽ രാത്രി ഇത് സെറ്റാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10-12 മണിക്കൂറിന് ശേഷം ഞാനിത് മാവ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ്. ഒരുപാട് അങ്ങ് പൊങ്ങണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് കുറച്ച് ടൈറ്റായിട്ടുള്ളത് നമുക്ക് അപ്പം പോലെ ചുട്ടെടുക്കാനാണെങ്കിൽ ഇത്രയും കൂടി വെള്ളം ഒഴിക്കണം. ഇനി അഥവാ നിങ്ങൾ വെള്ളാപ്പം പോലെ പാനിലാണ് ചുട്ടെടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും തന്നെ ഇത് മതി, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഇങ്ങനെ ഇരിക്കണം മാവ്, എന്നാലേ ചട്ടിയിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ അപ്പച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. ഇനിയെല്ലാം നമ്മൾ നോർമൽ അപ്പം ഉണ്ടാക്കണ പോലെ തന്നെയാണ്. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഹോൾസൊക്കെ വരും, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും, സാധാ അപ്പം പോലെ തന്നെ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാവും. സൈഡൊക്കെ നല്ല കളറ് മാറുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. ഇതിൻ്റെ കൂടെ ഞാൻ മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല തേങ്ങരച്ച മീൻകറി നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും തേങ്ങരച്ച കറികളൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പത്തിൻ്റെ കൂടെ. ആ ഒരു എല്ലാ കറികളും നമുക്ക് ഇതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.